دم دوام الدهر دائم الحضور والشهود دمت في جنات وصل دائم الأبدال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله اللهم صل وسلم وبارك عليه ബലിപെരുന്നാൾ കഴിഞ്ഞു അറഫയും ഉദ്ഹിയ്യത്തും മറ്റു സുന്നത്തുകളും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നാം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇങ്ങനെയുള്ള അല്ലാഹു ബഹുമാനിച്ച ദിവസങ്ങളും മാസങ്ങളും നമ്മളിലൂടെ കഴിഞ്ഞു പോയാൽ ഒരു മാറ്റം, ഒരു പുതിയ ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാവണം. റമളാൻ കഴിഞ്ഞു പോയതിനു ശേഷം ശവ്വാൽ മാസത്തിലേക്ക് എത്തിയാൽ റമളാന്റെ മുമ്പത്തെ ശഅബാനിൽ എങ്ങനെയാണോ അയാൾ ഉണ്ടായിരുന്നത് ആ ശഅബാനിൽ അതേ സ്വഭാവം തന്നെയാണ് റമളാനിൽ ജീവിച്ച ആ വ്യക്തി ശേഷം ശവ്വാലിലും അതേ സ്വഭാവം തന്നെയാണെങ്കിൽ റമളാൻ അയാൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. റമളാനിലെ നോമ്പ് അയാൾ എടുത്തിട്ടുണ്ടാവും, പക്ഷെ റമളാൻ കൊണ്ട് ഒരു ആത്മസംസ്കരണം അയാൾക്ക് ലഭിക്കണം. അറഫാ ദിനത്തിലെ പകൽ സമയം, അതിലെ ദിക്റുകൾ, അറഫാ ദിനത്തിലെ നോമ്പ്, ബലിപെരുന്നാൾ നിസ്കാരം, തക്ബീർ, ഇതൊക്കെ കൊണ്ട് അതിൽ ജീവിച്ച ആ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞുപോയ വ്യക്തി അതിനുശേഷമുള്ള അയാളുടെ പിൽക്കാല ജീവിതത്തിൽ ഒരു ആത്മസംസ്കരണം ഉണ്ടാവണം. അപ്പോഴാണ് അതുകൊണ്ട് ഉപകാരം നേടി എന്ന് പറയാൻ സാധിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള അവസരങ്ങൾ 40 വയസ്സായവർക്ക് 80 പെരുന്നാൾ കിട്ടിയിട്ടുണ്ടാവും. 50 വയസ്സായ ആൾക്ക് 100 പെരുന്നാൾ കിട്ടിയിട്ടുണ്ടാകും. ചെറിയ പെരുന്നാൾ 1, വലിയ പെരുന്നാൾ 1. അങ്ങനെ അല്ലാഹു ബഹുമാനിച്ച സന്ദർഭങ്ങളും ദിവസങ്ങളും ജീവിതത്തിൽ കിട്ടിയിട്ട് നമ്മൾ ഒരു മാറ്റവും നമ്മളിലില്ല, ഒരു പുതിയ ജീവിതം നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ നാം ആത്മീയമായി സംസ്കാരം, ആത്മീയമായ അച്ചടക്കം നേടിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അങ്ങനെ ഉണ്ടാവരുത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ കുറെ അധികം വലിയ വലിയ ഔലിയാക്കന്മാര് ചെയ്തിരുന്ന ജീവിതം ചെയ്യാനോ അല്ലെങ്കിൽ അവർ ഓതിയിരുന്ന അത്രയും പ്രാവശ്യം ഒരു ദിവസം ഖുർആൻ ഖത്മ പൂർത്തിയാക്കാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. അവർക്ക് അല്ലാഹു സമയത്തിൽ വലിയ ബർക്കത്ത് നൽകിയിട്ടുള്ളവരാണ്. അതേസമയം നമുക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള സൗകര്യവും സാഹചര്യവും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സൽക്കർമ്മങ്ങൾ കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും എന്നാണ് നാം ആലോചിക്കുന്നത്. ഇന്ന് അതിലേക്കുള്ള ഒരു ചെറിയ സൂചനയായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം സംസാരിക്കുന്നത്. മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ള 11 സുന്നത്ത് നിസ്കാരങ്ങൾ, അതാണ് ഇന്നത്തെ എന്റെ വിഷയം. 11 സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ആ സുന്നത്ത് നിസ്കാരങ്ങളുടെ പ്രത്യേകത
മറ്റുള്ള ആ സമയത്തെ നിസ്കാരം ഏതാണോ ആ നിസ്കാരത്തിന്റെ കൂടെ നിയ്യത്ത് വെച്ചാൽ മതി. ആ നിസ്കാരം അടിസ്ഥാനപരമായി നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന്റെ കൂലിയും ലഭിക്കും, അതിന്റെ കൂടെ നിയ്യത്ത് വെച്ച നിസ്കാരത്തിന്റെ കൂലിയും ലഭിക്കും. സ്വന്തമായും നിസ്കരിക്കാം, മറ്റുള്ള നിസ്കാരങ്ങൾ കൂടെ നിയ്യത്ത് വെക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള 11 സുന്നത്ത് നിസ്കാരങ്ങൾ. ആദ്യം ആ 11 സുന്നത്ത് നിസ്കാരങ്ങളുടെ പേര് ഞാൻ പറയാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. രണ്ടാമത്തേത് പള്ളിയിൽ പ്രവേശിച്ചാൽ ഉള്ള വഖഫാക്കപ്പെട്ട പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് കടന്നാലുള്ള തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. മൂന്നാമത്തേത് തഹജ്ജുദ് നിസ്കാരം. നാലാമത്തേത് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അഞ്ചാമത്തേത് യാത്രയുടെ മുൻപ്, യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആള് യാത്രക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ആറാമത്തേത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ സുന്നത്തായ 2 റക്അത്ത് നിസ്കാരമുണ്ട്. ആ 2 റക്അത്ത് 6 ഏഴാമത്തേത് ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. എട്ടാമത്തേത് ഹാജത്തിന്റെ ആവശ്യം നിറവേറാൻ, മുറാദ് ഹാസിലാകാൻ വേണ്ടി നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഒമ്പതാമത്തേത് ഔവാബി നിസ്കാരം. പത്താമത്തേത് ഉച്ചക്ക് സവാലിന്റെ സുന്നത്ത് നിസ്കാരം. പത്തെണ്ണായി. ഇനി ഒന്നുകൂടിയുണ്ട്, തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് ഇഹ്റാമിന്റെ ഞാൻ പറഞ്ഞത്, തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇങ്ങനെ 11 സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ പുതിയ നിസ്കാരം തുടങ്ങാൻ പോകുന്നതല്ല, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഇസ്ലാം ഞാൻ പരിചയപ്പെടുത്തുകയല്ല. ഇത് ഉള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ്. എന്നാൽ നാം കൂട്ടത്തിൽ ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ നിയ്യത്ത് വെച്ചാൽ തന്നെ ഈ നിസ്കാരങ്ങളുടെ കാര്യം സാധിക്കും. ഇനി ഓരോ നിസ്കാരങ്ങളും പറയാം. വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എല്ലാവർക്കും അറിയാവുന്നതാണ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ബിലാലെ, നീ ഞങ്ങൾ ചെയ്യാത്ത പ്രത്യേകമായ എന്ത് സൽക്കർമ്മമാണ് നീ ചെയ്യാറുള്ളത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയേ, നിങ്ങൾ ചെയ്യാത്ത പ്രത്യേകം ഒരു ഇബാദത്തും ഒരു സൽക്കർമ്മവും ഒരു നിസ്കാരവും ഞാൻ ചെയ്യാറില്ല. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്നെ ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു. സ്വർഗ്ഗത്തിൽ സ്വർണത്തിന്റെ ചെരുപ്പ് ധരിച്ച് സ്വർഗ്ഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് നിന്നെ ഞാൻ കണ്ടു. ആ ഒരു വലിയ പദവി എത്താൻ മാത്രം എന്ത് സൽക്കർമ്മമാണ് നീ ചെയ്യാറുള്ളത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൂടുതലായിട്ട് ഒന്നും ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ എപ്പോ വുളൂ എടുത്താലും വുളൂവിന്റെ ശേഷമുള്ള 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. അത് മാത്രമേ ഞാൻ പ്രത്യേകമായി അത്ര പ്രാധാന്യത്തോടുകൂടി അത്ര ഗൗരവത്തോടുകൂടി ഞാൻ ചെയ്യാറുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തതായി ഓർമ്മയില്ല. എപ്പോ എടുത്താലും വുളൂവിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, എന്നാ അതന്നെയാണ് കാരണം. ഇതിപ്പോ നമുക്ക് സാധിക്കൂലേ? നമുക്ക് സാധിക്കൂലോ. എപ്പോ വുളൂ എടുത്താലും, എപ്പോ വുളൂ മുറിഞ്ഞാലും വുളൂ എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് എപ്പോ വുളൂ എടുത്താലും ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു
നീഗ്രോ വംശക്കാരനായ ആഫ്രിക്കൻ നാട്ടുകാരനായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കറുത്തിരുണ്ട പ്രകൃതിയുള്ള മുത്തനബിയുടെ ബാങ്ക് വിളിക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ കടന്നതിന്റെ കാരണം മഹാനവറുകൾ തന്നെ പറയാം. ഞാൻ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാറില്ല. ആ വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് നിസ്കരിക്കാൻ സ്വന്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ 11 നിസ്കാരങ്ങളും സ്വന്തമായി നിസ്കരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. സ്വന്തമായി നിസ്കരിക്കാൻ സൗകര്യപ്പെടുമ്പോൾ സ്വന്തമായി നിസ്കരിക്കണം. എന്നാൽ ഈ പറഞ്ഞ 11 നിസ്കാരങ്ങളും മറ്റുള്ളവയുടെ കൂടെ നിയ്യത്ത് വെക്കാവുന്നതുമാണ്. അപ്പോ വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉദാഹരണം പറയാം. മഗ്രിബിക്ക് വേണ്ടി പള്ളിയിലേക്ക് വുളൂ എടുത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഇഖാമത്ത് കൊടുക്കണം. മഗ്രിബിന്റെ ഇഖാമത്ത് കൊടുക്കണം. അപ്പൊ ഈ വുളൂഇന്റെ സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ലല്ലോ, ജമാഅത്ത് കുറഞ്ഞല്ലേ. അപ്പോ മഗ്രിബ് എന്ന ഫർദ് നിസ്കാരത്തെ 3 റക്അത്തായി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുമ്പോൾ എന്തുകൂടി നിയ്യത്ത് വെച്ചാൽ മതി? വുളൂഇന്റെ നിസ്കാരം 2 റക്അത്ത് പറയണ്ട, വുളൂഇന്റെ സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്വർഗ്ഗത്തിലൂടെ ഓടി കളിക്കാനുള്ള പദവിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ മഗ്രിബ് എന്ന ഫർദ് നിസ്കാരത്തെ ഉദാഹരണമാണ് മഗ്രിബ് എന്നത്. മഗ്രിബ് എന്ന ഫർദ് നിസ്കാരത്തെ ഇമാമോടുകൂടി അനുസ്കരിക്കുന്നു, വുളൂഇന്റെ സുന്നത്തും ഞാൻ അനുസ്കരിക്കുന്നു. എത്ര എളുപ്പമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ സമയത്ത് ഏത് നിസ്കാരത്തിനാണോ നമ്മൾ വുളൂ എടുത്തത്, ഏതെങ്കിലും നിസ്കാരത്തിനായിരിക്കുമല്ലോ വുളൂ എടുത്തിട്ടുണ്ടാവുക മിക്കവാറും. അപ്പൊ ആ സമയത്ത് ആ നിസ്കാരത്തിന്റെ കൂടെ വുളൂഇന്റെ സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. അപ്പൊ ആ സമയത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂടെ ഇത് സ്വന്തമായി നിസ്കരിക്കാം. എന്നാൽ മറ്റുള്ള നിസ്കാരത്തിന്റെ കൂടെ നിയ്യത്ത് വെച്ചാൽ സാധ്യമാവുന്ന നിസ്കാരമാണ് വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഒന്ന് വിശദമായി പറയാനില്ല. ആ വുളൂഇന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകളുണ്ട്, ആയത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ എന്ത് പറയാം. പ്രത്യേക സൂറത്തുകളുണ്ട്, പ്രത്യേക ആയത്തുകളുണ്ട്. 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഈ സൂറത്ത് ആയത്ത് ഓതണം, 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഈ ആയത്ത് ഓതണം എന്നൊക്കെ സുന്നത്തുകളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ആ സൂറത്ത് ഒന്നും ഓതിയില്ലെങ്കിൽ ഫാത്തിഹ മാത്രം ഓതിയാലും ഇനി മഗ്രിബ് നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിച്ചാലും ഒക്കെ കൂലി കിട്ടും. മഗ്രിബ് നിസ്കാരം 3 റക്അത്തല്ലേ, വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്തല്ലേ ഉള്ളൂ എന്ന് സംശയിക്കണ്ട. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ കൂലി കിട്ടും. അപ്പൊ ഈ കൂലി നഷ്ടപ്പെടുത്തുന്ന ഒരു നിയ്യത്തിന്റെ പണിയുള്ളൂ. പിന്നെ ഒന്നാണ് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് കടന്നാൽ, പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് കടന്നാൽ അല്ലാഹുവിന്റെ മുന്നിൽ തിരുമുൽ കാഴ്ചയായി നമ്മൾ ഏത് സ്ഥലത്തേക്ക് കടന്നാലും അവിടെ ഒരു തഹിയ്യത്ത് ഉണ്ടാവും. തഹിയ്യത്ത് എന്ന വാക്കിന്റെ അർത്ഥം സമ്മാനം എന്നാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള സമ്മാനം അവരോട് സലാം പറയുക എന്നതാണ്. ഒരു പെരയ്ക്ക് കയറി ചെല്ലുമ്പോഴുള്ള സമ്മാനം അവരോട് സലാം പറയുക എന്നതാണ്. കഅബത്തിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള സമ്മാനം തവാഫ് ചെയ്യുക എന്നതാണ്. എന്നാൽ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കയറി വരുമ്പോഴുള്ള സമ്മാനം, അല്ലാഹുവാണല്ലോ അതിഥി, ആതിഥേയൻ അല്ലാഹുവാണ്. അതിഥികളാണ് നമ്മളൊക്കെ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്ന, വീട്ടിലേക്ക് വരുന്ന ആ അതിഥികളാണ് നമ്മൾ. അപ്പൊ അതിഥി സമ്മാനവും ഉണ്ടാകേണ്ടത് വീട്ടിലേക്ക്, അല്ലാഹുവിന്റെ വീട്ടിലേക്ക് കയറി വരുന്ന അതിഥികളായ നമ്മൾ കൊടുക്കേണ്ട സമ്മാനമാണ് തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ആ തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും എങ്ങനെ നിയ്യത്ത് വെച്ചാൽ സാധിക്കും? നമ്മൾ എന്ത് നിസ്കാരമാണോ അവിടെ നിസ്കരിക്കുന്നത് അതിന്റെ കൂടെ നിയ്യത്ത് വെച്ചാൽ മതി. അവ നേരത്തെ പറഞ്ഞതുപോലെ മഗ്രിബ് എന്ന ഫർദ് നിസ്കാരത്തെ ഇമാമോട് കൂടി 3 റക്അത്തായി അല്ലാഹു തആലക്ക് വേണ്ടി അനുസ്കരിക്കുന്നു. വുളൂഇന്റെ സുന്നത്തും തഹിയ്യത്തിന്റെ സുന്നത്തും അനുസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. അപ്പോ മഗ്രിബിന്റെ കൂടെ എന്തൊക്കെ സാധിച്ചു? മഗ്രിബും കിട്ടി, മഗ്രിബ് ഏതായാലും കിട്ടി, വുളൂഇന്റെ സുന്നത്തും കിട്ടി, തഹിയ്യത്തിന്റെ സുന്നത്തും കിട്ടി. അപ്പോ ഒറ്റ നിയ്യത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ 3 നിസ്കാരം അവിടെ സാധിക്കും. ഇനി ഒരാൾക്ക് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം സാധിച്ചില്ല, ഇത് സ്ത്രീകൾക്കില്ല. കാരണം സ്ത്രീകൾക്ക് പള്ളിയില്ലല്ലോ. അപ്പോ പള്ളി ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകൾക്ക് പിന്നെ തഹിയ്യത്ത് നിസ്കാരം ഉണ്ടാവില്ല. വീട്ടിൽ ഇനി ഒരു റൂം പള്ളിയായി വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രവേശിക്കുമ്പോൾ അവർക്ക് തഹിയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. നമ്മുടെ പൊതുവായുള്ള പള്ളിയിലേക്ക് സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തഹിയ്യത്തില്ല. അപ്പോ തഹിയ്യത്ത് നിസ്കാരം ഒരാൾക്ക് സാധിച്ചില്ല എങ്കിൽ, അതായത്
മറന്നു വെച്ച മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നിസ്കരിച്ച ഇറങ്ങിപ്പോയ ആള് പെട്ടെന്ന് കയറി വന്നതാണ്. അങ്ങനെ നേരെ ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ പള്ളിയിലേക്ക് കയറി അയാൾക്ക് ഉദൂഇല്ലായിരുന്നു. ഉദൂഒക്കെ എടുത്തു വരാനുള്ള സാഹചര്യമോ സന്ദർഭമോ ഒന്നുമില്ല. പള്ളിയിലേക്ക് അയാൾ കയറി നിർബന്ധിതനായി പെട്ടെന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അവിടെ തഹിയ്യത്ത് നിസ്കരിക്കണം. പക്ഷെ അയാൾക്ക് അതിന് പറ്റിയ സാഹചര്യം ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി? 4 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം ചൊല്ലിയാൽ മതി. 4 പ്രാവശ്യം ചൊല്ലിയാൽ 2 റക്അത്തിന്റെ കൂലിയാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ 2 വട്ടം ചൊല്ലിയാൽ 1 റക്അത്തിന്റെ കൂലിയുള്ള ദിക്റാണ്. പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ ചൊല്ലിയല്ലോ, തസ്ബീഹ് നിസ്കാരത്തിലും അതുപോലെ ഹത്താബിലൊക്കെ നമ്മൾ ചൊല്ലലുണ്ട്. അപ്പോ ഈ 4 റക്അത്തിന്റെ 2 റക്അത്തിന്റെ കൂലി കിട്ടാൻ തഹിയ്യത്തിന്റെ അവിടെ മാത്രം 2 റക്അത്തിന്റെ, അല്ലാതെ തറാവീഹ് വേറെ 40 ചൊല്ലിക്കാണ്ട് വെച്ചിലാവരുത്. അത് ബാക്കിൽ ആളുണ്ടാവില്ല. ഈ തഹിയ്യത്തിന്റെ പകരമായി മാത്രം ഇത് 4 വട്ടം ചൊല്ലിയാൽ മതി. അപ്പോ 4 പ്രാവശ്യം ചൊല്ലിയാൽ തഹിയ്യത്തിന് പകരമായിട്ട് ഇത് അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന. അപ്പോ തഹിയ്യത്തിന് സൗകര്യപ്പെട്ടില്ലെങ്കിൽ, അതിന് സമയമില്ല, അല്ലെങ്കിൽ ഒന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് പോവേണ്ടതുണ്ടെങ്കിൽ ആ വന്ന വരവിൽ 4 വട്ടം ചൊല്ലിയിട്ട് തിരിച്ചു പോയാൽ തഹിയ്യത്തിന്റെ കൂലി കിട്ടുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ തഹിയ്യത്തിന്റെ നിയ്യത്ത് അത് വെച്ചാൽ എന്തായി? മറ്റുള്ള നിസ്കാരത്തിന്റെ കൂടെ തഹിയ്യത്ത് കൂടി 2 മൂന്നാമത് പറഞ്ഞതേതാ? മൂന്നാമത് പറഞ്ഞ തഹജ്ജുദ് നിസ്കാരം. എല്ലാ ദിവസവും വരുന്നത് പറയാം. ഇഹ്റാമും തവാഫും പിന്നെ എല്ലാ ദിവസവും കിട്ടൂലല്ലോ. അത് എല്ലാ ദിവസവും കിട്ടണമെന്ന് പറയാം. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സുബഹി ബാങ്കിന്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാന്നാ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. തഹജ്ജുദ് നിസ്കാരം പറഞ്ഞാൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഉറങ്ങി എഴുന്നേറ്റാൽ പിന്നെ നിസ്കരിക്കുന്ന മുഴുവൻ നിസ്കാരവും തഹജ്ജുദാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മുഴുവൻ നിസ്കാരവും തഹജ്ജുദാണ്. അപ്പൊ ഇശാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി സലാം വീട്ടി, ഇശാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി, അയാൾ ദ്വാരക്കുമ്പോ അങ്ങനെ തൂക്കി ഉറങ്ങുന്നു. അയാൾ ഉറക്കം കഴിഞ്ഞു. ബാക്കി അയാളെ ശേഷം നിസ്കാരമൊക്കെ തഹജ്ജുദാണ്. ഉറങ്ങി എഴുന്നേൽക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇശാവിന്റെ ശേഷം അയാൾ ഉറങ്ങി, ഇരുന്ന ഇരുത്തത്തിൽ ഉറങ്ങി. ഇശാന്റെ ശേഷം അദ്ദാത്തുണ്ടല്ലോ, അദ്ദാത്തിൽ ഒരാൾ ഉറങ്ങി, അയാൾ ഉറക്കം കഴിഞ്ഞു. അതിനുശേഷം ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അയാൾ എന്തിനാ നിയ്യത്ത് വെക്കുക? ഇശാന്റെ ശേഷമുള്ള സുന്നത്തും തഹജ്ജുദും ഞാൻ നിസ്കരിക്കുന്നു, നിയ്യത്ത് വെക്കുക. റമദാൻ മാസത്തിൽ അയാള് ഇശാന്റെ ശേഷം ഉറങ്ങിപ്പോയി, ഒരു 5 മിനിറ്റ് ഉറങ്ങി. അപ്പോഴേക്കും തറാവീഹിന്റെ സമയമായി. എന്നാൽ തറാവീഹിന്റെ കൂടെ മുഴുവനും അയാൾക്ക് തഹജ്ജുദിന്റെ നിയ്യത്ത് വെക്കാം. അപ്പൊ സുന്നത്തായ തറാവീഹ് നിസ്കാരവും തഹജ്ജുദും ഞാൻ നിസ്കരിക്കുന്നു. തഹജ്ജുദ് 20 റക്അത്തിന്റെ കൂലി കിട്ടി, തറാവീഹിന്റെ 20 റക്അത്തിന്റെ കൂലി കിട്ടി. അപ്പൊ വുളൂ മുറിയുന്ന വിധത്തിൽ ഉറങ്ങണമെന്ന് മാത്രം. വുളൂ മുറിയാത്ത വിധത്തിലുള്ള ഉറക്കമുണ്ട്, വുളൂ മുറിയുന്ന വിധത്തിലുള്ള ഉറക്കമുണ്ട്. ഇരിപ്പിടം ഉറപ്പിച്ചുകൊണ്ട് വുളൂ മുറിയാത്ത വിധം ഇരിപ്പിടം ഉറപ്പിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഉറങ്ങിയാൽ വുളൂ മുറിയിലാണ്. അപ്പൊ അയാൾക്ക് വുളൂ പുതുക്കേണ്ടതില്ല, അയാൾ വുളൂ മുറിഞ്ഞിട്ടില്ല, അയാൾ പ്രാർത്ഥിച്ചിരിക്കുക. എന്നാൽ ഇരിപ്പിടം ഉറപ്പിക്കാതെ ഒരാൾ കടന്നുറങ്ങി, അല്ലെങ്കിൽ നിന്നുറങ്ങി, അല്ലെങ്കിൽ ഇരുന്നിട്ട് തന്നെ പക്ഷെ ഇരിപ്പിടം ഉറപ്പിക്കാതെ ഉറങ്ങിയെങ്കിൽ അയാൾ വുളൂ മുറിഞ്ഞു. വുളൂ മുറിഞ്ഞാൽ വുളൂ എടുത്തു വരണം. അപ്പൊ അയാള് ഇശാ നിസ്കാരത്തിന്റെ ശേഷം പിന്നെ അതിന്റെ ശേഷമുള്ള സുന്നത്തുണ്ട്, തറാവീഹുണ്ട്, വിത്റുണ്ട് റമദാൻ മാസത്തിൽ. അപ്പൊ അയാൾ വുളൂ എടുത്ത് വരുമ്പോഴുണ്ട്, തഹിയ്യത്തുണ്ട്, വുളൂ എടുക്കുന്നുണ്ട്. അപ്പൊ വുളൂ എടുത്തിട്ട് അയാൾ വരികയാണ്. വരുമ്പോ ഏതാ നിസ്കരിക്കാൻ പോകുന്നത്? ഇശാന്റെ ശേഷമുള്ള സുന്നത്ത്. അപ്പൊ ഇശാന്റെ ശേഷമുള്ള സുന്നത്തും തഹജ്ജുദും വുളൂവും തഹിയ്യത്തും ഞാൻ നിസ്കരിക്കുന്നു. 4 നിയ്യത്തൊക്കെ അയാൾക്ക്. പിന്നെ അയാൾക്ക് തറാവീഹ് നിസ്കാരം ഉണ്ടല്ലോ. തറാവീഹ് നിസ്കാരം നിസ്കരിക്കുമ്പോൾ സുന്നത്തായ തറാവീഹ് നിസ്കാരവും തഹജ്ജുദും ഞാൻ നിസ്കരിക്കുന്നു. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഈ സുബഹി ബാങ്ക് കൊടുക്കുന്ന വരെ നിസ്കരിക്കുന്ന മുഴുവൻ നിസ്കാരത്തിനും എന്തിന്റെ നിയ്യത്ത് വെക്കാം? തഹജ്ജുദിന്റെ നിയ്യത്ത് വെക്കാം. നമ്മൾ മനസ്സിലാക്കണം, തഹജ്ജുദ് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കിക്കുന്നത് രാത്രിയൊക്കെ കടന്നുറങ്ങി അത്താഴത്തിന് മുമ്പ് എഴുന്നേറ്റ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ശരിയാണ്, അത് നിസ്കാരം തന്നെ. പക്ഷെ അതിന്റെ പരിധി എത്രയാണ്? ഇശാ ഫർദ് നിസ്കാരത്തിൽ സലാം വീട്ടിയതിനു ശേഷം അയാൾ വുളൂ മുറിയുന്ന വിധത്തിൽ ഉറങ്ങിയിട്ടുണ്ടോ, അയാൾക്ക് പിന്നെ തഹജ്ജുദിന്റെ സമയമായി. അപ്പൊ അയാൾക്ക് വിത്ർ നിസ്കരിക്കുമ്പോൾ എന്ത് നിയ്യത്ത് വെക്കാം? തഹജ്ജുദിന്റെ നിയ്യത്ത് വെക്കാം. 20 റക്അത്ത് തറാവീഹിലും തഹജ്ജുദിന്റെ നിയ്യത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ആരും ഉറങ്ങാൻ പോകണ്ടട്ടോ. ഇനി അടുത്ത റമദാനിൽ
ഇശാന്റെ ശേഷം ഒരു ഉറക്കം അവിടെ എന്റെ അടിയിൽ ഉണ്ടാക്കണ്ട, ഉറങ്ങിപ്പോയാൽ ഞാൻ പറഞ്ഞത്. അപ്പോ തഹജ്ജുദ് മറ്റുള്ള നിസ്കാരങ്ങളെ കൂടെയും നിയ്യത്ത് വെക്കാം, സ്വന്തമായും നിസ്കരിക്കാം, മറ്റുള്ള നിസ്കാരങ്ങളെ കൂടെയും നിയ്യത്ത് വെക്കാവുന്ന മൂന്നാമത്തെ നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്താ? സുന്നത്തായ തഹജ്ജുദ് നിസ്കരിക്കും, അത്രയുള്ളൂ. സുന്നത്തായ തഹജ്ജുദ് നിസ്കരിക്കും. അപ്പോ സുന്നത്തായ തറാവീഹ് നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും ഇമാമുമായി നിസ്കരിക്കും, അത്രയുള്ളൂ, ഒരു പ്രയാസമില്ല. അപ്പോൾ മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നിയ്യത്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അപ്പോ കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടി മക്കത്തും മദീനത്തും പോയ മക്കയിൽ ഒരു റക്അത്തിന് 10,000 കോടി റക്അത്തിന്റെ കൂലിയാണ്. മക്കയിലെ ഒരു റക്അത്തിന്, ഹറമിലെ ഒരു റക്അത്തിന് 10,000 കോടി റക്അത്തിന്റെ കൂലിയാണെന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. 10,000 കോടി റക്അത്തിന്റെ കൂലിയുണ്ട് ഹറമിലെ ഒരു റക്അത്തിന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം വീട്ടിൽ പോവാ, റൂമിൽ പോവാ, എന്നിട്ട് കടന്നുറങ്ങുക, ഉറങ്ങിയിട്ട് ഒരു ക്ഷീണം മാറ്റിയിട്ട് തറാവീഹിന് വേണ്ടി വരിക. അവിടുത്തെ ജമാഅത്തിൽ തന്നെ കൂടണമെന്നില്ലല്ലോ, നമുക്ക് സ്വന്തമായിട്ട് ജമാഅത്ത് നിസ്കരിക്കാം. എന്നിട്ട് ആ സ്വന്തമായി തറാവീഹ് നിസ്കരിക്കുക, സ്വന്തമായിട്ട് നടന്നാൽ നമ്മുടെ കൂടെ ഉള്ളവരെ കൂട്ടിയിട്ട് ജമാഅത്തായി തറാവീഹ് നിസ്കരിക്കുക, കൂടെ തഹജ്ജുദിനെ നിയ്യത്ത് വെച്ചാൽ എത്ര നിസ്കാരത്തിൽ എത്ര റക്അത്തിന്റെ കൂലിയായി. അങ്ങനെയായിരുന്നു നമ്മുടെ മർഹൂം ഉമർ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഖലീഫത്തുൽ പാപ്പാന്റെ ജ്യേഷ്ഠൻ അങ്ങനെയാണ് റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കുന്നത്. കരീമാജി പറഞ്ഞതാണ്. കരീമാജി അങ്ങനെയായിരുന്നു, ഇമാമുമായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു ഉമർ ഫാറൂഖ് തങ്ങളുടെ. ഈ മാസത്തിൽ അല്ലേ വലിയനാളിനല്ല മരിച്ചത്, രണ്ടാം പെരുന്നാൾ അല്ലേ. അല്ലാഹു തആല അവരുടെ മദദ് നമുക്ക് നൽകട്ടെ, അവരുടെ ദർജ ഉയർത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അവരുടെ പേര് കൂടി നമുക്ക് യാസീൻ ഓതണം. മഹാനവർകൾ അങ്ങനെയാണ് തഹജ്ജുദ് തറാവീഹ് നിസ്കരിക്കുക. മഗ്രിബും ഇശാവും ഹറമിൽ നിസ്കരിക്കും. ഇശാ കഴിഞ്ഞാൽ റൂമിൽ പോകും, എന്നിട്ട് കടന്നുറങ്ങും. ഒരു 12 മണിക്ക് എഴുന്നേറ്റ് വരും. അതുവരെ കരീമാജിയും ഉറങ്ങും. കരീമാജിയായി സംഭവം പറയണത്. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഹറമിൽ വന്നിട്ട് തങ്ങളുടെ കൂടെ ഞാൻ മൊത്തമായി നിസ്കരിക്കും. അപ്പോ എന്നിട്ട് ഞങ്ങൾ പറയും തറാവീഹും തഹജ്ജുദും നിയ്യത്ത് വെക്കണം കേട്ടോ പറയും. അങ്ങനെ വിത്ർ വൈകി നിസ്കരിക്കും. ആ വിത്റിന്റെ കൂടെയൊക്കെ തഹജ്ജുദിന്റെ നിയ്യത്ത് നോക്കും. വുളൂഇന്റെ 2 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം നിസ്കരിച്ചാൽ വുളൂഇന്റെ സമയം കഴിഞ്ഞു. തഹിയ്യത്ത് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ അതിന്റെ സമയം കഴിഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, വുളൂഇന്റെ 2 റക്അത്തിന്റെ സമയം അത് ഖളാ ആയ എത്ര സമയം വരെയാണ്? വുളൂ എടുത്ത വെള്ളം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ബാക്കിയുണ്ടോ അതുവരെയാണ് വുളൂഇന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയം. വുളൂ എടുത്ത വെള്ളം ബാക്കി ഉണ്ടാവില്ല, അവിടെ ചെവിന്റെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടാവും അല്ലേ, താടിയിലൊക്കെ ഉണ്ടാവും. ആ വുളൂഇന്റെ വെള്ളം ബാക്കിയുള്ള സമയത്തോളം ഏത് നിസ്കരിക്കാം? വുളൂഇന്റെ 2 റക്അത്ത് നിസ്കരിക്കാം. അത് ഉണങ്ങി കഴിഞ്ഞാൽ ഖളാ ആയി. ഏത് നിസ്കാരം? വുളൂഇന് ശേഷം 2 റക്അത്ത് നിസ്കാരം ഖളാ ആയി. ഓരോന്നിനും ഖളായുടെ സമയമുണ്ട്. തഹിയ്യത്ത് ഖളാ ആയാലെങ്ങനെ? പള്ളിയിൽ ഇരുന്ന തഹിയ്യത്ത് നിസ്കാരം ഖളാ ആയി. ഇരിക്കുന്നത് വരെ സമയമുണ്ട്. ഇരിക്കാതെ എത്ര നടന്നാലും അയാൾക്ക് തഹിയ്യത്ത് നിസ്കാരത്തിന്റെ സമയമാണ്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊരു നിസ്കാരത്തിന്റെ കൂടെ ഇരുന്നാലും ശരി, നിയ്യത്ത് വെക്കാതെ മറ്റൊരു നിസ്കാരത്തിൽ ഇരുന്നാലും അയാൾക്ക് തഹിയ്യത്ത് ഖളാ ആകും. അപ്പോ ഖളാ ആകുന്നതിന് മുമ്പ് ഒന്നുകിൽ 4 പ്രാവശ്യം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ചൊല്ലുക, അല്ലെങ്കിൽ മറ്റുള്ള നിസ്കാരത്തിന്റെ കൂടെ നിയ്യത്ത് വെക്കുക. തഹിയ്യത്ത് നിസ്കാരം 3 പറഞ്ഞു. തഹജ്ജുദ് നിസ്കാരം നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ചില ആൾക്കാർ മനഃപൂർവ്വം ഇശാന്റെ ശേഷം ഉറങ്ങിയിട്ട് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദ് നിസ്കാരം നിയ്യത്ത് വെക്കാറുണ്ട്. അല്ല, ചില ആൾക്കാരോ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് മാത്രമാണ് എഴുതിയിട്ട് ഇങ്ങനെ സാഹചര്യം കിട്ടിയിട്ടും നിയ്യത്ത് വെക്കാത്തവരുമുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ദഅു സ്വാലിഹീന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായ ആദം നബി അലൈഹിസ്സലാം മുതൽ മുഴുവൻ അംബിയാ മുർസലീങ്ങളും നിസ്കരിച്ച നിസ്കാരം ഉണ്ടെങ്കിൽ അത് തഹജ്ജുദ് നിസ്കാരമാണ്. ളുഹർ നിസ്കാരം എല്ലാ നബിമാരും നിസ്കരിച്ചിട്ടില്ല, അസർ എല്ലാ നബിമാരും നിസ്കരിച്ചിട്ടില്ല, മഗ്രിബ് എല്ലാ നബിമാരും നിസ്കരിച്ചിട്ടില്ല. എന്നാൽ തഹജ്ജുദോ എല്ലാ നബിമാരും നിസ്കരിച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മുഖ്രിദത്തുൽ ലിദ്ദാഇ അനിൽ ജസദി, ശരീരത്തിൽ നിന്ന്
മുഴുവൻ രോഗങ്ങളെയും ആട്ടി അകറ്റുന്നതാണ്. ശാരീരികമായ മുഴുവൻ രോഗങ്ങളും പോകും. ശരീരത്തിൽ നിന്ന് മുഴുവൻ രോഗത്തെയും ആട്ടി അകറ്റും തഹജ്ജുദ് നിസ്കാരം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി കുറെ പറയാണ്ട് തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ 11 നിസ്കാരത്തെ കുറിച്ച് പറയാം. മൂന്നെണ്ണം. നാലാമത്തത് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം. ഇഹ്റാമിന് ഉംറത്തും ഹജ്ജിനും വേണ്ടി ഇഹ്റാം കെട്ടിയാൽ എന്ത് ചെയ്യും? സുന്നത്ത് നിസ്കരിക്കുമല്ലോ. ആ സുന്നത്ത് നിസ്കാരം എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഒരാൾ ഒരു നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഊറിന്റെ കൂടെ നിയ്യത്ത് വെച്ചാൽ മതി. അപ്പൊ ഓർമ്മ നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു, ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു ഇല്ലേ? അപ്പൊ ഉദു എടുത്തിട്ടുണ്ടാവും. ഏതായാലും പള്ളിയിൽ നമ്മൾ നിസ്കരിക്കുക. അപ്പൊ ഉദുവിന്റെ നിയ്യത്തും വെക്കാം, തഹീയത്തിന്റെ നിയ്യത്തും വെക്കാം, ഒക്കെ സാധിക്കും. ഇനി ആ നിസ്കാരം മറ്റുള്ള ഏതെങ്കിലും ഈ ഒരു 5 or 6 നിസ്കാരങ്ങളൊക്കെ ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റും. നിയ്യത്ത് ശരിയാക്കി കാണിക്കുക. ആലോചിച്ച്. അപ്പൊ ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം 4. അഞ്ചാമത്തേത് തവാഫിന്റെ സുന്നത്ത് നിസ്കാരം. ഇഹ്റാം കഴിഞ്ഞ് നമ്മള് തവാഫിന് വേണ്ടി ഒഴുക്ക് വരികയാണ്, ഹറമത്ത് വരികയാണ്. ഇനി ഇഹ്റാമിൽ അല്ലെങ്കിലും തവാഫ് സുന്നത്താണ്. അപ്പൊ തവാഫിന്റെ സമയത്തുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോ ആ സമയത്ത് ഒരു നിസ്കാരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിയ്യത്ത് വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ കൂടെ സുന്നത്തായ തവാഫിന്റെ സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു, നിയ്യത്ത് വെച്ചാൽ മതി. അപ്പോ അതും സാധിക്കും. പത്രമായി തഹജ്ജുദ്, ഇഹ്റാം, തവാഫ് 5 ഇനി 6ാമത്തെ ഒന്നാണ് ഹാജത്തിന്റെ സുന്നത്ത് നിസ്കാരം. ഹാജത്ത് എന്ന് പറഞ്ഞാൽ മുറാദ് ഹാസിലാക്കാൻ വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പതിവ്. എന്ത് ആവശ്യം വന്നാലും ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക. നിയ്യത്ത് എന്താ വെക്കുക? എന്റെ മകൾ അസുഖം സുഖപ്പെടാൻ വേണ്ടി 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഏതാണോ നമ്മളെ ഹലാലായ മുറാദ്, ആ മുറാദ് നിയ്യത്ത് വെക്കുക. അതാ നിയ്യത്ത് വെക്കേണ്ടി. അത് പറ്റും ഉസ്താദേ. അസുഖം സുഖാവാൻ പാരസെറ്റമോൾ കുടിച്ചൊക്കെ വേണ്ടത് അല്ല. ആദ്യം അള്ളാഹിനോടാ പറയേണ്ടത്, പിന്നെ ഡോക്ടറോട് പോയി പറയേണ്ടത്. ഡോക്ടർക്കും കൈ കൊടുക്കുന്ന അള്ളാഹു അല്ലേ? അപ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് പറയാ, പടച്ചോനെ എന്റെ മകളെ അസുഖം നീ ശിഫയാക്കി തരണം, അതിനു വേണ്ടി ആ ഉദ്ദേശം നിറവേറാൻ വേണ്ടി ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. ഏത് ഉദ്ദേശം ഉണ്ടെങ്കിലും ആ ഉദ്ദേശം നിയ്യത്ത് വെച്ചുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുന്നത്ത് നിസ്കാരം എങ്ങനെ നിസ്കരിച്ചാലും എന്താണ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം? ഖുതുബിയത്തിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കരുതല്ലോ അല്ലേ? അത് 12 റക്അത്ത്. ആ 12 റക്അത്ത് അല്ലെങ്കിൽ ചുരുങ്ങിയ 2 റക്അത്ത് ആ ഖുതുബിയത്തിന് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ നിയ്യത്ത് അതാ വെക്കേണ്ടി. എന്ത്? എന്റെ മുറാദ് ഹാസിലാക്കാൻ വേണ്ടി നാം നിയ്യത്ത് വെക്കേണ്ടത്. ഖുതുബിയത്തിന് മുമ്പ് നിയ്യത്ത് നിസ്കരിക്കുമ്പോൾ എന്റെ മുറാദ് ഹാസിലാക്കാൻ വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കുന്നത്. നമ്മുടെ ശൈഖുന പകരം സ്ഥാനവർ എല്ലാ ദിവസവും ആഖിറത്ത് നന്നായി മരിക്കാൻ വേണ്ടി എന്ന നിയ്യത്തോടുകൂടി എല്ലാ ദിവസവും 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് എല്ലാ ദിവസവും നിസ്കരിക്കാറുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിയ്യത്ത് എന്താ? മരിക്കുമ്പോൾ ആഖിറത്ത് നന്നായി നമ്മളെ ഹലാലായ ഏത് മുറാദ് നിയ്യത്ത് വെക്കാലോ. ദുനിയാവത്തെ ഏത് മുറാദ് പോട്ടെ, ദുനിയാവത്ത് പോകുമ്പോഴുള്ള കാര്യമാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ സാധിക്കേണ്ടത്. ദുനിയാവത്തൊക്കെ നമ്മൾ മരിക്കുന്നതോടുകൂടി തീർന്നു, സാധിച്ചില്ലെങ്കിൽ വേണ്ട നോക്കാം. പക്ഷേ പോകുന്ന സമയത്ത് ആഖിറത്തിനായി മരിക്കണം എന്ന് എല്ലാവർക്കും വേണ്ടതാണ്. ആ സമയത്ത് റബ്ബേ ഞങ്ങളൊക്കെ ആഖിറത്തിനെ നന്നാക്കി തരണേ. പ്രിയപ്പെട്ടവരെ, ആഖിറത്ത് നന്നായി മരിക്കണം എന്ന നിയ്യത്തോടുകൂടി ഞാൻ എല്ലാ ദിവസവും 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അന്നത്തെ ദിവസം മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം റാഹത്താകാൻ വേണ്ടി എന്ന നിയ്യത്തോടെ ഞാൻ 2 റക്അത്ത് എന്നും നിസ്കരിക്കാറുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു. അങ്ങനെ നിയ്യത്തൊക്കെ ഹലാലായ ഉദ്ദേശം തന്നെയല്ലേ? ഇന്ന് മരണപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളായ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം റാഹത്താകാൻ വേണ്ടി എന്ന നിയ്യത്തോടുകൂടി 2 റക്അത്ത് എല്ലാ ദിവസവും ഞാൻ നിസ്കരിക്കാറുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഈ ഹലാലായ ഏത് മുറാദുണ്ടെങ്കിലും ആ ഉദ്ദേശം നിറവേറാൻ വേണ്ടി ആ ഉദ്ദേശം പറഞ്ഞുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ കച്ചവടത്തിൽ വർക്കത്തുണ്ടാവാൻ വേണ്ടി ഇന്ന് മീൻ പിടിക്കാൻ പോവുക, എന്നാൽ മീൻ നല്ലോണം കിട്ടണം എന്ന നിയ്യത്തോടുകൂടി 2 റക്അത്ത് അല്ലെങ്കിൽ ഏത് നിയ്യത്താണ് കാര്യമാണെങ്കിലും ആ ഹലാലായ മുറാദ് മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ട് അതിനുവേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്തോട് നിസ്കരിക്കാം. ഇതും എന്തിന്റെ കൂടെ നിയ്യത്ത് വെക്കാം?
മറ്റുള്ള നിസ്കാരത്തിന്റെ കൂടെ നിയത്ത് വെക്കാം. അപ്പൊ ളുഹർ നിസ്കരിക്കുമ്പോൾ ളുഹർ നിസ്കാരം ളുഹർ എന്ന ഫർദ് നിസ്കാരത്തെ ഇമാമോട് നിസ്കരിക്കുന്നു, എന്റെ മുറാദ് ഹാസിലാകാൻ വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു. മുറാദ് എന്ന് നേരത്തെ പറഞ്ഞാൽ മുറാദ് നിസ്കാരത്തിന് മുമ്പ് പറഞ്ഞാൽ നിയത്തിന്റെ സമയത്ത് പറയണമെന്നില്ല. അല്ലാഹു എനിക്ക് ഇങ്ങനൊരു മുറാദിന്റെ അനുവേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞാൽ മതി. എന്നിട്ട് നിയത്ത് വെക്കുമ്പോൾ എന്റെ മുറാദ് ഹാസിലാക്കാൻ വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു. ളുഹർ എന്ന ഫർദ് നിസ്കാരത്തെ ഇമാമോട് നിസ്കരിക്കുന്നു. അപ്പൊ ളുഹറിന്റെ കൂടെ നിയത്ത് വെക്കാം. ഏത് നമ്മുടെ മുറാദ് ഹാസിലാക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം. അപ്പൊ നീ നിയത്ത് വെച്ചാൽ എഴുതാറാവില്ല. കുറേ നിയത്തുകൾ എണ്ണം കൂട്ടി 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 വന്നിട്ട് ഈ തക്ബീർ കെട്ടിയിട്ട് അവരുടെ ചില ആൾക്കാർക്ക് അവസാനം ആ ഫർളായ നിസ്കാരം കൂടി ബാത്തിലാകുമ്പോൾ അവർക്ക് എത്തരുത്. അപ്പോ ആറാമതായി ഞാൻ പറഞ്ഞത് നമ്മുടെ ഹലാലായ മുറാദുകൾ നിറവേറാൻ വേണ്ടി 7ാമത്തെയാണ് ഇസ്തിഖാറത്തിന് വേണ്ടി. ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ, ഹലാലായ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ തെരഞ്ഞെടുക്കണം എന്ന് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ തെരഞ്ഞെടുക്കണം എന്ന് അള്ളാഹ്ക്ക് അറിയാലോ. നമുക്ക് ഖൈർ ഏതാന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാലോ. അപ്പൊ അള്ളാഹിനോട് ചോദിക്കാം, പഠിച്ചോനെ എനിക്ക് ഇതിൽ ഖൈർ ഏതാണ് എന്ന് നീ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പിച്ചു തരണം, അതിനു വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 റക്അത്ത്. അപ്പോ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും. ഉദാഹരണം പറയാം, ഒരു ജോലി എവിടെ കിട്ടി, നമുക്ക് ഇവിടെ ആന്ധ്രയിൽ കിട്ടി, മറ്റൊരു ജോലി നമുക്ക് ഗൾഫിലും കിട്ടി. ഗൾഫിൽ പോയാലും കുറെ ഉപകാരങ്ങളുണ്ട്. ഇവിടെ കിട്ടിയാലോ നമുക്ക് പാസ്പോർട്ടും വിസന്റെ ആവശ്യങ്ങളൊന്നും നാട്ടിലേക്ക് വരാം, ഇവിടെ തോന്നുകളൊക്കെ വരാം. അങ്ങനെ 2 ജോലിന്റെ ശമ്പളക്കാണെങ്കിൽ 2 ഏകദേശം ഒന്ന് തന്നെ. എങ്ങനെ ആലോചിച്ചിട്ട് ഏത് തെരഞ്ഞെടുക്കണം എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു മനസ്സിൽ സമാധാനം കിട്ടുന്നില്ല. അവിടെ പോയാൽ അങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട്. ഇടക്കിടക്ക് ഉമ്രക്ക് പോകാം, സൗദിയിലാണെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഉപകാരം. ഇവിടെ ആക്കുമ്പോൾ ഇടക്കിടക്ക് നാട്ടിൽ വരാം. ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഉറപ്പ് കിട്ടുന്നില്ല. ഏതെങ്കിലും ഒന്നിനല്ലേ പോകാൻ പറ്റുള്ളൂ. റഹ്മാനായ റബ്ബേ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഖൈറായത് ഏതാണ് പെട്ടെന്ന് എനിക്ക് തോന്നിപ്പിച്ചു തരണം എന്ന് അള്ളാഹുവിനോട്, ഇതിൽ എനിക്ക് ഖൈർ ഏതാണെന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന നിസ്കാരമാണ് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം. അപ്പൊ അങ്ങനെ നിയത്ത് വെക്കുക, റബ്ബേ ഇതിൽ എനിക്ക് ഖൈർ ഏതാണ് എന്ന് പെട്ടെന്ന് തോന്നിപ്പിച്ചു തരണം എന്ന ഉദ്ദേശത്തോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു. 2 റക്അത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരം തങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചു തന്നത്. അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരവും മറ്റുള്ളതിന്റെ കൂടെ നിയത്ത് വെക്കാവുന്നതാണ്. 7 ഇതൊക്കെ എപ്പോഴെങ്കിലും വരുള്ളൂ. ഇതിൽ സ്ഥിരമായി വരുന്നതുമുണ്ട്, എപ്പോഴെങ്കിലും മാത്രം വരുന്നതുമുണ്ട്. 8ാമത്തെ ഒന്നാണ് സ്ഥിരമായി വരുന്ന ഒന്ന്, അവ്വാബി നിസ്കാരം. അവ്വാബി എന്ന് പറഞ്ഞാല് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സുന്നത്ത് നിസ്കാരമാണ് അവ്വാബി നിസ്കാരം. ഈ സമയത്തുള്ള സുന്നത്ത് നിസ്കാരം. അവ്വാബി എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നവരുടെ നിസ്കാരമാണ് അർത്ഥം. എന്തായിക്കോട്ടെ, അത് കൂടിയാൽ 20 റക്അത്താണ്, ചുരുങ്ങിയത് 2 റക്അത്താണ്. തറാവീഹ് ചുരുങ്ങിയത് 2 റക്അത്താണ് നിസ്കാരമില്ല. തറാവീഹ് 20 ഉള്ളൂ. ളുഹർ കുറഞ്ഞത് 1 റക്അത്ത്, കൂടിയത് 4 ഇല്ലല്ലോ. എന്നാൽ അങ്ങനെയല്ല അവ്വാബി നിസ്കാരം പറഞ്ഞാൽ. അവ്വാബി നിസ്കാരം ചുരുങ്ങിയത് 2 റക്അത്താണ്, കൂടിയാൽ 20 റക്അത്താണ്. അപ്പോ അവ്വാബി നിസ്കാരം എപ്പോൾ നിസ്കരിക്കാം? ഈ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതിന്റെ കൂടെ ഒക്കെ നിയത്ത് വെക്കാം അവ്വാബി നിസ്കാരം. അപ്പൊ നമ്മൾ ഇപ്പൊ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചല്ലോ. അപ്പൊ നിയത്ത് വെക്കാം മഗ്രിബിന് ശേഷമുള്ള സുന്നത്തും അവ്വാബി നിസ്കാരവും നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചാൽ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും കിട്ടി, അവ്വാബിന്റെ സുന്നത്തും കിട്ടി. അവ്വാബി എന്നാണ് പറയുന്നത്. അവ്വാബി സുന്നത്ത് നിസ്കാരവും കിട്ടി. അപ്പോ അത് സ്വന്തമായി നിസ്കരിക്കാവുന്നതാണ്. മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്തിന്റെ കൂടെ നിയത്ത് വെക്കാവുന്നതുമാണ്. അപ്പോൾ അവ്വാബി സുന്നത്ത് നിസ്കാരം വലിയ കൂലിയുള്ള ഒരു നിസ്കാരമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 8 9ാമത്തെ ഒന്ന് യാത്രയുടെ തുടക്കത്തിൽ. യാത്ര എന്ന് പറഞ്ഞാൽ 132 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര അല്ല. ഇവിടുന്ന് ചാലിയത്ത് പുലിമുട്ടിലേക്ക് പോകുന്ന യാത്ര എന്ന് പറയാൻ പറ്റില്ല. 132 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു യാത്രക്ക് പുറപ്പെടുകയാണെങ്കിൽ ആ യാത്രയുടെ തുടക്കത്തിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട്. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഏതിന്റെ കൂടെ നിസ്കരിച്ചാൽ മതി? അപ്പോ വേറെ ഏതെങ്കിലും നിസ്കാരം നിസ്കരിക്കുന്നെങ്കിൽ അതിന്റെ കൂടെ നിസ്കരിച്ചാൽ നിയത്ത് വെച്ചാൽ മതി. അപ്പോ
ആ നിസ്കാരത്തിന്റെ കൂടെ യാത്രയുടെ സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയന്ത്രിച്ചാൽ മതി. അതുപോലെ ഇപ്പൊ ഒന്നായി 10ാമത്തെ ഒന്ന് യാത്ര കഴിഞ്ഞു വരുമ്പോഴുള്ള നിസ്കാരം. യാത്ര കഴിഞ്ഞു വരുമ്പോഴും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര കഴിഞ്ഞു വരുമ്പോൾ വീട്ടിലല്ല പോവുക, ആദ്യം പോലെ പള്ളിയിലായിരുന്നു. പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ച് ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് സ്വഹാബത്തിനോട് തങ്ങളുടെ വീട്ടിൽ പോയി പറയാൻ പറയും. അങ്ങനെ സ്വഹാബികൾ അവിടെ പോയി പറയും, തങ്ങളിവിടെ വന്നിട്ടുണ്ട്, തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട് എന്ന് പോയി പറഞ്ഞിട്ട് വീട്ടുകാര് ഒരുങ്ങിയതിന്റെ ശേഷം മാത്രമേ നബി തങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിൽ പോകാറുള്ളായിരുന്നു. നബി തങ്ങളെ വീടും പള്ളിയും എന്ന് പറഞ്ഞാൽ ഒരു ചുമരന്റെ വ്യത്യാസമുള്ളൂ. ആ വീട്ടിലേക്ക് നബി തങ്ങൾ നേരിട്ട് പോകില്ല, തങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കും. എന്നിട്ട് സ്വഹാബത്തോട് പറയും, ഞാൻ വന്നിട്ടുണ്ടെന്ന് അവരോട് പോയി പറയണമെന്നാണ്. സ്വഹാബത്ത് അവിടെ പോയി പറയും. എന്നിട്ട് വീട്ടിലെ നബി തങ്ങളുടെ ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരുങ്ങിയതിന്റെ ശേഷമാണ് നബി തങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നത്. എന്നിട്ട് തങ്ങൾ പറയാണ്, ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. നബി തങ്ങൾ പറയണം, അല്ലാതെ പറയാതെ വീട്ടിലേക്ക് പോകരുത്. ഇപ്പോ ഒരു പുതിയ ട്രെൻഡാണ്. ഗൾഫിൽ നിന്ന് 2 കൊല്ലം 3 കൊല്ലം നിന്നിട്ടുള്ള പ്രവാസികളെ പറയാതെ പെട്ടെന്ന് രാത്രിയിൽ എന്താണ് സസ്പെൻസ് സർപ്രൈസ് വിസിറ്റ് സസ്പെൻസ് ആക്കിയിട്ട് വരാമെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? പറയാതെ 2 or 3 കൊല്ലം മുമ്പ് പോയ മകൻ ഇന്നലെ വരെ വീഡിയോ കോൾ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം. എന്നിട്ട് ഇന്ന് രാത്രി പോന്ന് നേരെ വീട്ടിൽ കയറിച്ചില്ല. അപ്പോ അവരുടെ അവസ്ഥ എന്താണെന്നും അവർ ഒരുങ്ങിയിട്ടുണ്ടോ എന്നും അവരുടെ സാഹചര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതിലേക്കാണ് ഇങ്ങനെ കയറി ചെല്ലുന്നത്. ചിലപ്പോ വീട്ടുകാരൻ ഉണ്ടാവില്ല, വീട്ടുകാരൊക്കെ വീട്ടിൽ കൂട്ടിയിട്ട് ചിലപ്പോ പിന്നീട് സർക്കാരിനോട് പോയിട്ടുണ്ടാവും. ആ സ്വഭാവം പാടില്ല. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഞാൻ വരുന്നുണ്ടെന്ന് അവരോട് പറയണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൊക്കെ പറയാനൊക്കെ സൗകര്യമുണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോ പറയാതെ, അക്കാലത്തിന്റെ ഫോണും സൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് പറയാതെ വന്നതാണ്, പറയാമായിരുന്നു. എന്നിട്ടും നബിതങ്ങൾ വേറെ ആളെ പറഞ്ഞ് നിയോഗിച്ചിട്ടാണ് വീട്ടുകാരോട് അറിയിച്ചിട്ട് നബിതങ്ങൾ കടന്നു പോയിട്ടുള്ളൂ. എന്നാൽ ഇക്കാലത്ത് ഫോണിലൂടെ പറയാൻ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും പറയാതെ വരിക എന്നത് ഒരു അനിസ്ലാമികമായ ആചാരമായി ആഘോഷിക്കപ്പെടുന്ന കാലമാണ്. കാരണം പറഞ്ഞത് എന്താ? കാരണം പറഞ്ഞു, നിങ്ങൾ ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരോട് പറഞ്ഞിട്ട് വരണം. നബി തങ്ങൾ അതിന് കാരണം പറഞ്ഞത് മുടി ചടകുത്തിയ പെണ്ണ് ഒന്ന് മുടിയൊക്കെ വാർന്ന് ഒന്ന് അഴകായി ചമഞ്ഞൊരുങ്ങി ഭർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കാൻ ഒരു സമയം കൊടുക്കണം. പറയാതെ വന്നാൽ ചിലപ്പോ മുടി സ്റ്റൈലാക്കിയിട്ടുണ്ടാവില്ല. ഭർത്താവിന് വേണ്ടിയാണല്ലോ ഭാര്യ ഒരുങ്ങേണ്ടത്. ഒന്ന് ഒരുങ്ങാനോ കുളിക്കാനോ ഒന്ന് റൂം വൃത്തിയാക്കാനും ഒന്ന് കിടക്ക തട്ടിക്കൊട്ടാനും ആ അടിച്ചുവാരി ഒന്ന് വൃത്തിയാക്കി ബെഡ്റൂം ഒന്ന് ശരിയാക്കാനൊക്കെ സമയം കൊടുക്കണം. അതിന് നേരത്തെ പറഞ്ഞു വരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാതെ ചെന്നാലോ വീട് അടിച്ചേരിട്ടുണ്ടാവില്ല, ആ കിടക്കയും വിരിപ്പും മുതപ്പും ഒന്നും തിരുമ്പിയിട്ടുണ്ടാവില്ല, അത് വാഷിംഗ് മെഷീനിലായിരിക്കും. പെണ്ണാണെങ്കിലോ അതിൻ്റെതായ ഒരുക്കമൊന്നും ഒരുക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇതിനൊക്കെ സമയം കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് വരണം. അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതിന് നിങ്ങൾ സമയം കൊടുക്കണമെന്ന്, നേരെ പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ അവസരം കൊടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്, പെണ്ണിന് ഷെയർ ചെയ്യാൻ അവസരം കൊടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനഃശാസ്ത്രം പഠിപ്പിക്കുകയാണ്. സൈക്കോളജി അറിയുന്ന നേതാവാണ് നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇങ്ങനെ പറയാതെ വീട്ടിലേക്ക് കയറി ചെല്ലരുതെന്ന് മുത്തനബി പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യാത്ര കഴിഞ്ഞു വരുമ്പോൾ ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്, യാത്രയുടെ തുടക്കത്തിലും സുന്നത്ത് നിസ്കാരമുണ്ട്. 10 എണ്ണമായി ഇനി ലാസ്റ്റത്തെ 11ാമത്തെ ഒന്ന്, സൂര്യൻ നേരെ നടുമധ്യത്തിൽ നിന്ന് തെറ്റിയ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. സൂര്യൻ നേരെ നടുമധ്യത്തിൽ ഉണ്ടാകുമ്പോ അതിൽ നിന്ന്, അതായത് നേരെ നടുമധ്യത്തിൽ നിന്ന് തെറ്റിയാലാണോ ളുഹറിന്റെ സമയമല്ല. ആ ളുഹറിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ കൂടെ നിയന്ത്രിച്ചാൽ മതി.
സവാലിന്റെ സുന്നത്ത് എന്നാണ് പറയാം. നമ്മൾ തഹജ്ജുദിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞതുപോലെ നിയ്യത്ത് വെക്കും. എന്ന് നിയ്യത്ത് വെക്കാം, സവാലിന്റെ സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. അപ്പൊ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്തും സവാലിന്റെ സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഈ സവാലിന്റെ സുന്നത്ത് നിസ്കാരം അത് പ്രത്യേകം സുന്നത്താണ്. കാരണം സൂര്യൻ നേരെ നടുമധ്യത്തിൽ ഉണ്ടാകുന്ന ചൂട് അത് നരകത്തിനെ സൂചിപ്പിക്കുന്നു. അവിടെ നിന്ന് സൂര്യനെ അല്പം തെറ്റിക്കുന്നതിലൂടെ നരകത്തിന്റെ ചൂടിൽ നിന്ന് നമ്മൾ അല്ലാഹു രക്ഷപ്പെടുത്തി അതിന് നന്ദിയായിട്ടാണ് സവാലിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കേണ്ടതെന്നാണ്. ആ നിസ്കാരം എന്തിന്റെ കൂടെ നിയ്യത്ത് വെച്ചാൽ മതി? ളുഹറിന്റെ മുമ്പുള്ള സുന്നത്തിന്റെ കൂടെ നിയ്യത്ത് വെച്ചാൽ മതി. ഇങ്ങനെ 11 നിസ്കാരങ്ങൾ. ഈ 11 നിസ്കാരങ്ങൾ പരസ്പരം നിയ്യത്ത് വെക്കാൻ പാടില്ല. അതായത് ഒരാൾ ളുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ കൂടെ തഹിയ്യത്ത് കേട്ടില്ല. അപ്പൊ ഈ 11 നിസ്കാരങ്ങൾ പരസ്പരം നിയ്യത്ത് വെക്കരുത്. മറിച്ച് അവിടെയുള്ള അടിസ്ഥാനപരമായ ഒരു നിസ്കാരം ഉണ്ട്, സുന്നത്തോ ഫർളോ ആവട്ടെ, ആ നിസ്കാരത്തിന്റെ കൂടെ ഇതൊക്കെ നിയ്യത്ത് വെക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് ദുഹാ നിസ്കാരം സുന്നത്താണ്. അപ്പൊ ആ ദുഹാ എന്നുള്ളതിന്റെ കൂടെ ഏത് നിയ്യത്ത് വെക്കാം? ഈ പറഞ്ഞ നിസ്കാരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിയ്യത്ത് വെക്കാം. അല്ലാതെ വുളൂ എന്ന സുന്നത്ത് നിസ്കരിക്കുമ്പോൾ വുളൂന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ കൂടെ ഏത് നിയ്യത്ത് വെക്കാൻ പറ്റില്ല? തഹിയ്യത്ത് പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോ അടിസ്ഥാനപരമായ ഒരു സുന്നത്തോ ഫർളോ ആയ നിസ്കാരം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ പറഞ്ഞ 11 നിസ്കാരങ്ങളും നിയ്യത്ത് വെക്കാവുന്നതാണ് സാഹചര്യത്തിനനുസരിച്ച്. ഇല്ലാത്ത നിസ്കാരം അവിടെ ഉണ്ടാകരുത്. ഉള്ള നിസ്കാരത്തെ അതിന് സാഹചര്യത്തിനനുസരിച്ച് നിയ്യത്ത് വെക്കാം. അപ്പോ ഈ പറഞ്ഞ 11 നിസ്കാരങ്ങൾ എന്താണ്? സബ്ബാണ്. സബ്ബ് മനസ്സിലായില്ലേ? നമ്മൾ സബ്ബ് എന്താ? സബ്ബാണ്. അത് മെയിൻ അല്ല. മെയിൻ നിസ്കാരത്തിന്റെ കൂടെ ഇവയെ നിയ്യത്ത് വെക്കാവുന്നതാണ്. അല്ലാതെ ഈ നിസ്കാരങ്ങൾ മെയിൻ ആക്കി കരുതരുത്. മെയിൻ ആയിട്ട് കരുതിയിട്ട് അതിന്റെ കൂടെ വേറെ നിയ്യത്ത് വെക്കാൻ പാടില്ല. മെയിൻ നിസ്കാരത്തിന്റെ കൂടെ ഈ പറഞ്ഞ 11 നിസ്കാരങ്ങൾ ഏതാണോ അവസരത്തിൽ ഒത്തു വന്നത് ആ അവസരത്തിനൊപ്പം നിസ്കാരം നിയ്യത്ത് വെക്കാവുന്നതാണ്. വലിയ കൂലിയുള്ളതും പണി അധ്വാനം വളരെ കുറവായതും കൂലിയിലെ കൂടുതൽ ലാഭിക്കാവുന്നതുമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ആലോചിച്ച് നോക്കി. തഹജ്ജുദിന് ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇശാക്ക് ശേഷം ഉറങ്ങി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അപ്പൊ ഒരാൾ ഇശാക്ക് ശേഷം ഹദ്ദാദിൽ ഇരുന്ന് ഉറങ്ങി. ഉദാഹരണം പറയാം, വുളൂ മുറിയുന്ന വിധത്തിൽ ഒരാൾ ഉറങ്ങി. എന്നാൽ അയാൾക്ക് ഇനി എന്തുണ്ട്? ഇശാക്ക് ശേഷം സുന്നത്ത് നിസ്കാരമുണ്ട്. വുളൂ എടുത്തു കയറി വരികയാണ്, മൂത്രമൊഴിച്ച് ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ചു വരികയാണ്. വുളൂ എടുത്ത് വരികയാണെങ്കിൽ അയാൾക്ക് വുളൂവിന്റെ ശേഷമുള്ള ആദ്യം മെയിൻ നിസ്കാരം ഏതാണ്? അവിടെ ഇശാന്റെ ശേഷമുള്ള സുന്നത്ത്. അപ്പൊ ഇശാന്റെ ശേഷമുള്ള സുന്നത്തും വുളൂവിന്റെ സുന്നത്തും തഹിയ്യത്തിന്റെ സുന്നത്തും തഹജ്ജുദിന്റെ സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു. 4 എണ്ണം അല്ലേ? അപ്പൊ ഏതാണ് സാഹചര്യം നോക്കണം. സാഹചര്യത്തിനനുസരിച്ച് ഇതിൽ സ്ഥിരമായി വരുന്ന നിസ്കാരങ്ങൾ എല്ലാ ദിവസവും നമുക്ക് വരുന്നത് ഏതൊക്കെയാണുള്ളത്? വുളൂ, തഹിയ്യത്ത്, തഹജ്ജുദ്, പിന്നെ സവാലിന്റെ സുന്നത്ത് നിസ്കാരം, ഔവാബി നിസ്കാരം. ഇതൊക്കെ ദിവസവും വരുന്നതാണ്. പിന്നെ ഇഹ്റാം, തവാഫ്, ഇസ്തിഖാറത്ത്, മുറാദ് ഹാസിലാകാനുള്ളത് ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. ദിവസവും നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പൊ ദിവസവും ചെയ്യുന്നത് ഏതാണെന്ന് നല്ല ശ്രദ്ധയിൽ നമുക്ക് നല്ല ഓർമ്മ വേണം. ഇതിൽ ഏതെങ്കിലും കൂടെ നിയ്യത്ത് വെക്കാൻ പറ്റും. നല്ല അച്ചടക്കത്തിൽ നല്ല ശ്രദ്ധയിൽ നമ്മൾ ആ നിയ്യത്ത് പാലിച്ചാൽ ആ ഒരൊറ്റ നിസ്കാരത്തോടുകൂടി 5, 3, 4 നിസ്കാരങ്ങളുടെ കൂലി നമുക്ക് ലഭിക്കും. ഇത് അല്ലാഹു തആല നമുക്ക് ചെയ്യുന്നതെന്ന എന്ന് വെച്ചാൽ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായമായ നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. 1000 കൊല്ലം ജീവിച്ച ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തൗഫീഖ് നമുക്കില്ല. നമുക്ക് കുറഞ്ഞ ആയുസ്സുള്ളൂ. ഈ ആയുസ്സിൽ തന്നെ 15 കൊല്ലം പ്രായപൂർത്തിയാവാത്ത ആയുസ്സാണ്. അതങ്ങനെ പോയി. നിസ്കരിച്ചില്ലെങ്കിലും കുറ്റമില്ലാത്ത ഒരു കാലം. ബാക്കി 45 കൊല്ലമേ ഉള്ളൂ. 60-ൽ 45 കൊല്ലം. ഈ 45 കൊല്ലത്തിൽ തന്നെ ഓരോ ദിവസവും 7 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്ന മണിക്കൂറാണ്. അപ്പൊ ഉറങ്ങുന്ന സമയം ഓരോ ദിവസവും 7 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ 45 കൊല്ലത്തിന്റെ 45 കൊല്ലത്തിൽ നിന്ന് നമ്മൾ അത്രയും മണിക്കൂർ കുറച്ചാൽ ബാക്കി പിന്നെ എത്ര നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ളത്? അതിൽ നമുക്ക് കുറഞ്ഞ ആയുസ്സിനുള്ളിൽ എണ്ണം കൂട്ടാനും കൂടുതൽ ലാഭം സമ്പാദിക്കാനുള്ള വഴികളിൽപ്പെട്ട ഒന്നാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ
വലിയ പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കും. അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ നിയ്യത്ത് നന്നാക്കി ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി ഓർമ്മയില്ലെങ്കിൽ ഇതൊന്നും ഇടങ്ങാറാവരുത് കേട്ടോ. മെയിൻ നിസ്കാരം ഏതാണ്, ഫർദ് ഏതാണ്, അതാണ് ആദ്യം കരുതേണ്ടത്. നമ്മളല്ലാതെ മറ്റുള്ള നിസ്കാരത്തിന്റെ നിയ്യത്ത് വെച്ചിട്ട് ഫർദായ ഇശാ നിസ്കാരം നിയ്യത്ത് വെക്കാൻ മറന്നു കണ്ട് ഇടങ്ങാറാവരുത്. അത് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്തതാണ്, എന്നിട്ട് ഞാൻ ഇശാ നിയ്യത്ത് വെച്ചില്ല എന്നുള്ളൊരു സ്വഭാവം വരരുത്. മെയിൻ നിസ്കാരം ഏതാണ് അതിന്റെ നിയ്യത്താണ് ആദ്യം വെക്കേണ്ടത്. ബാക്കിയുള്ളത് ഇനി വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇശാ നിസ്കാരം വിട്ടുപോയാൽ കുറ്റകരമാണ്. അതുകൊണ്ട് നമ്മൾ കുറ്റത്തിൽ ചെന്ന് ചാടുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തുള്ള ആൾക്കാരെ നിയ്യത്ത് വെച്ച് ഇടങ്ങാറാക്കം ചെയ്യരുത്. 4 വക്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് വെച്ച് അടുത്തുപോലെ ഇടങ്ങാറാക്കാൻ പാടില്ല. അപ്പോ ഇങ്ങനെ നമ്മളിതൊക്കെ പഠിച്ചിട്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ നോമ്പ് അങ്ങനെ തന്നെയാണ്. ഫർദായ നോമ്പിന്റെ കൂടെ, അതായത് റമദാൻ അല്ലാത്ത മറ്റുള്ള സുന്നത്ത് നിസ്കാരം സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങളിൽ ഫർദ് നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ ആ ഫർദ് നോമ്പ് നിയ്യത്ത് ഖളാ വീട്ടുന്ന നിയ്യത്ത് വെക്കുക. ആ സുന്നത്തും തിങ്കളാഴ്ച സുന്നത്തുണ്ടെങ്കിൽ അതൊക്കെ നിയ്യത്ത് വെച്ചാൽ അതൊക്കെ നമുക്ക് ലാഭിക്കാൻ